ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഡൽഹിയിലെ നാഷണൽ റെയിൽ മ്യൂസിയത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. ഞാനിവിടെ വരുന്ന വഴിക്ക് കണ്ട സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യം പറയാം. എംബസി ഓഫ് തുർക്കി, ന്യൂസിലൻഡ് ഹൈ കമ്മീഷൻ, ഭൂട്ടാൻ എംബസി, ബെൽജിയം എംബസി, അങ്ങനെ എല്ലാ രാജ്യത്തിനും എംബസി ഉണ്ട് ഈ ഭാഗത്ത്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ ഇന്ത്യൻ റെയിൽവേയുടെ നാഷണൽ റെയിൽ മ്യൂസിയം ഉള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ നാഷണൽ റെയിൽ മ്യൂസിയം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്, എനിക്കൊന്നും അറിയത്തില്ല. അകത്ത് കുറേ വമ്പൻ സംഭവങ്ങളും പഴയ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടെന്നിങ്ങനെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അകത്ത് പോയി എന്താ നോക്കാം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കയറുന്നതിന് നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് വീക്ക് ഡേയ്സിൽ 50 രൂപയും പിന്നെ വീക്കെൻഡ്സിൽ 100 രൂപയാണ്. ഗവൺമെൻറ് ഹോളിഡേ ആണെങ്കിലും 100 രൂപയാണ് കേട്ടോ. പിന്നെ ചിൽഡ്രൻസിനാണെങ്കിൽ 10 രൂപയാണ്, വീക്കെൻഡിൽ 20 രൂപ. വീക്കെൻഡിൽ പൈസ കൂടുതലാണ്. പിന്നെ ഇവിടെ ഒരു ജോയ് ട്രെയിൻ എന്ന സംഭവമുണ്ട്, അതിൽ കയറണമെങ്കിൽ 20 രൂപയാണ്. അതെന്താ സംഭവം നമുക്കറിയത്തില്ല, എന്തായാലും കയറി നോക്കാം. മൺഡേ അവധിയാണ് കേട്ടോ. ഇത് തുറക്കുന്ന രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ, നമ്മുടെ ഓഫീസ് ടൈം പോലെ തന്നെ. 4:30 വരെ കയറ്റത്തുള്ളൂ. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ വരുമ്പോഴേക്കും താണ്ട് ഇതേപോലെ ഒരു സിഗ്നലിൻ്റെ സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് നടക്കണം. അപ്പോൾ ടിക്കറ്റ് ഞാൻ ഓൺലൈൻ വഴി എടുത്തത്. അവിടെ കൗണ്ടർ തുറന്നപ്പോൾ അവനാണെങ്കിൽ ചില്ലറയില്ല. ഒരുമാതിരി ഭയങ്കര മോഡേൺ ആറ്റിറ്റ്യൂഡ് അവിടെ ഇരിക്കുന്നവന്. താൻ ഈ പക്ക ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് അതേ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ലാസ്റ്റ് ഓൺലൈൻ എടുക്കാമെന്ന് അവിടെ കൊടുത്തിട്ടുണ്ടാകും. ഞാൻ ലാസ്റ്റ് ഓൺലൈൻ എടുത്തു. 7 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നു, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻട്രൻസിനും ഒരു ടിക്കറ്റ് എടുത്തു. പിന്നെ ടോയ് ട്രെയിൻ ഉണ്ട് ഇവിടെ ഒരെണ്ണം, അതിനും ഒരു ടിക്കറ്റ് എടുത്തു. അതിന് 20 രൂപയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല, അവിടെ പോയി നോക്കാം. ഫുള്ള് പച്ചപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. ഇവിടെ അടുത്ത് എന്തുവാന്ന് തോന്നുന്നു എയർപോർട്ടുള്ളത്. ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. ഇവിടെ ദ റെയിൽ ബൊളിവാർഡ് എന്നൊരു ഔട്ട്ഡോർ എക്സിബിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം കയറി നോക്കാം എന്താ ഇവിടെ ഉള്ളതെന്ന്. ഇവിടെ ഈ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്നൊരു സ്ഥലം കൂടെയാണ് മെയിനായിട്ട്. ഈ ടോയ് ട്രെയിൻ എന്തോ അറിയത്തില്ല. ഇവിടെ ഒരു മ്യൂസിയം ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് വലിയ പിടിയില്ല. നോക്കണ്ട് ഇവിടെ ഏതാണ്ടൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്, നോക്കാം എന്തൊക്കെയാണ്. ഇവിടെ ഏതാണ്ട് ഇതേപോലത്തെ കുറേ പഴയ കോച്ചുകൾ കാണാം. അതായത് പണ്ട് ബ്രിട്ടീഷുകാർ, ഈ വലിയ ബ്രിട്ടീഷുകാരൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന മറ്റേ സലൂൺ ടൈപ്പ്, ഹോട്ടൽ പോലത്തെ ടൈപ്പൊക്കെ പഴയ കോച്ചുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നീലഗിരി കോച്ച് എന്ന് എനിക്കൊന്ന് ഊട്ടിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഏതൊരു കോച്ചായിരുന്നു തോന്നുന്നു. അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. A1 B3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു ക്യാബിൻ പോലാന്ന് തോന്നുന്നു. ഇതിനകത്ത് കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇതാണ് സംഭവം, കണ്ടോ, കൊള്ളാമല്ലേ. പഴയ കോച്ചാണ്. ഇവിടെ പുറകിലൊരു സ്റ്റീം എഞ്ചിൻ നമുക്ക് കാണാൻ പറ്റും, കാണിച്ചു തരാത്തുണ്ട്. പഴയൊരു സ്റ്റീം എഞ്ചിൻ കണ്ടോ. ഇത് പക്ഷേ എവിടെ ഓടിയതാണെന്നോ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും മിക്കവാറും എവിടെയെങ്കിലും. കണ്ടോ, കൊള്ളാമല്ലേ. ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. നൈസ്. RMR എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പഴയ സ്റ്റീം എഞ്ചിൻ കണ്ടോ, പുളി ഒക്കെ പഴയ. ഇവിടെ പുതിയ ഇലക്ട്രിക് ലോക്കോ ഏതൊക്കെ ഉണ്ടെന്നൊക്കെ എന്നെ കേട്ടായിരുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തോ നോക്കാവേ. ഈ ലോക്കോയുടെ പേരെന്നറിയോ, F1734. ഡിസ്റ്റിങ്ഷൻ ഓഫ് ബീയിങ് ദ ഫസ്റ്റ് ലോക്കോമോട്ടീവ് ടു ബി ബിൽറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പണിത ആദ്യത്തെ ലോക്കോമോട്ടീവാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഇത് കണ്ട് ആരൻ്റെ കുപ്പിയുണ്ട്, കുടിച്ച് കണ്ട് ഇവിടെ വെച്ചേക്കുന്നുണ്ടല്ലേ. സ്വാഭാവികം, നമ്മുടെ ആൾക്കാരല്ലേ. മാനുഫാക്ചർഡ് ഇൻ 1895 ബൈ ദ അജ്മീർ വർക്ക്ഷോപ്പ് ഓഫ് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ. ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് രജ്പുത്താന മാൽവ റെയിൽവേ എന്നൊരു റെയിൽവേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് RMR എന്ന് പറഞ്ഞാൽ ലോക്കോയുടെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്, കണ്ടില്ലായിരുന്നോ. അതാണ് സംഭവം. അപ്പോൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പഴയ ലോക്കോ ആയിരുന്നു ഈ കാണുന്നത്. ഇതിൻ്റെ പുറകിലും ദണ്ട് ഇതേപോലെ ഒരു കൽക്കരി എഞ്ചിനും വെച്ചിട്ടുണ്ട്. എന്തോ ലോക്കോമോട്ടീവ് വർക്സാ, ഗ്ലാസ്ഗോ ലോക്കോമോട്ടീവ് വർക്സ്. പുറത്തുണ്ടാക്കിയ എന്തോ ഐറ്റം കേട്ടോ. 1878. അമ്മേ, ഇത് ബ്രിട്ടീഷുകാർ അവിടെ നിന്നെങ്ങാണ്ട് കൊണ്ടുവന്ന ഐറ്റം കേട്ടോ. കൊള്ളാമല്ലേ, പൊളിച്ച്. ഇതിൻ്റെ ഹിസ്റ്ററി അവിടെ പുറകെ എഴുതിയിട്ടുണ്ട്, എന്തോ നോക്കാം. ഇതിൻ്റെ പുറകിലും തണ്ടി ഇതേപോലത്തെ ഒരു പഴയ ലക്ഷറി കോച്ചിനും കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തൊന്നും പക്ഷേ കയറാൻ പറ്റത്തില്ല, ലോക്ക് ചെയ്ത് വെച്ചേക്കും. അകത്ത് കയറാനും പാടില്ല, ഫൈൻ അടിക്കും 500 രൂപ. നമ്മൾ ഈ കണ്ടത് ഒരു സലൂണായിരുന്നു, വുഡൻ ബോഡിഡ് സലൂണാണേ. ഇത് ഭയങ്കര ഓൾഡസ്റ്റ് സംഭവമാണ്. ഇറ്റ് വാസ് ബിൽറ്റ് ബൈ ദ ആഗ്ര വർക്ക്ഷോപ്പ് ഓഫ് രജ്പുതാന മാൽവ റെയിൽവേ. ഇതെന്തിനാണെന്നറിയോ, ഫോർ ദ യൂസ് ഓഫ് പ്രിൻസ് ഓഫ് വെയിൽസ്. വെയിൽസിലെ രാജകുമാരൻ വരുമ്പോൾ, അതായത് ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ഇന്ത്യ ഫോർ ദ റോയൽ ദർബാർ ഓഫ് 1875-1876. അമ്മേ, എന്തല്ലേ. വെയിൽസിലെ രാജകുമാരന് സഞ്ചരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ഐറ്റമാണ് ഈ കാണുന്നത് 1875. ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കും, പെയിൻ്റൊക്കെ അടിച്ചിട്ട്. ഇവിടെ ഒരു ലോക്കോ കിടപ്പുണ്ട്, ഇത് കണ്ടോ. ഇതും ഇതേപോലെ പഴയ ഒരു സ്റ്റീം എഞ്ചിനായിരുന്നു. ഇത് അവർ ഇമ്പോർട്ട് ചെയ്തതാണ് ഡബ്സ് ആൻഡ് കോ ഗ്ലാസ്ഗോയിൽ നിന്നും. 1888 ഇമ്പോർട്ട് ചെയ്ത ലോക്കോ ആണ് ഇത്. ഗുഡ്സിനും പാസഞ്ചറിനും യൂസ് ചെയ്തുകൊണ്ടിരുന്ന അന്നത്തെ കാലത്തെ ഒരു ലോക്കോ ആണ്. ഇത് SMR 37302. അതാണ് ഈ ലോക്കോയുടെ പേര് കേട്ടോ. ഇത് തുരുമ്പിച്ചിരിക്കുക, ഇത് മെയിൻറ്റെയിൻ ഒന്നും ചെയ്യാറില്ല. കൊള്ളാമല്ലേ.
എന്തോ ഭംഗിയാണ് നോക്ക്, പഴയ ടൈപ്പ്. ഇതിൻ്റെ പുറകിലും ഇതേപോലൊരു, ഇതിൻ്റെ കപ്ലിംഗ് ഒക്കെ കണ്ടോ നിങ്ങൾ? കണ്ടോ കപ്ലിംഗ് ഒക്കെ കണ്ടോ? ഇതിൻ്റെ പുറകിലും കണ്ട് ഇതേപോലൊരു സലൂൺ കോച്ചുണ്ടേ. അതും കിടിലുമാണ്. ഇത് എനിക്കൊന്ന് തടിയാണോ? തടിയാന്ന് തോന്നുന്നു കേട്ടോ. എന്തോ അവിടെ എഴുതി വെച്ചേക്ക് നോക്കാം ഇതിനെപ്പറ്റി. ഇത് നമ്മുടെ അവിടുത്തെ സാധനം കേട്ടോ. ദിസ് സലൂൺ വാസ് പാർട്ട് ഓഫ് എ സ്പെഷ്യൽ 3 coach ട്രെയിൻ യൂസ്ഡ് ബൈ മഹാരാജ കൃഷ്ണരാജ വാഡിയർ ഓഫ് മൈസൂർ ആൻഡ് ഹിസ് ഫാമിലി. അത് കൊള്ളാം കേട്ടോ. മൈസൂരിലെ രാജാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ സലൂണാണ് ഇങ്ങനെ കാണുന്നത്. നമ്മുടെ മഹാരാജ കൃഷ്ണരാജ വാഡിയർ മൈസൂരിലെ രാജാവിൻ്റെ സലൂണായിരുന്നു കാണുന്നത്. കണ്ട ഇവിടെ കുറേ ഉണ്ട് കേട്ടോ സംഭവം. അതുകൊണ്ട് ഇവിടെ ഉണ്ടൊരു സ്റ്റീം എൻജിൻ M2 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതെന്ത് സംഭവം എന്നറിയത്തില്ല. ഇതും ഒരു പഴയ ഐറ്റമാണ്. 162 M2 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. BB&CI ഇതൊക്കെ പഴയ ടൈപ്പ്, പഴയ ഓരോ നമ്പറിങ്ങും കോഡിങ്ങും ഒക്കെയാണ്. ഇത് BB&CI 162 ഡച്ചസ് ഓഫ് യോർക്ക്, മാനുഫാക്ചേർഡ് ഇൻ 1923 അറ്റ് അജ്മീർ വർക്ക്ഷോപ്പ്. എല്ലാം അവിടെ എന്തോന്നും ഉണ്ടാക്കുന്നത് കേട്ടോ. ഓൺലി ലോക്കോമോട്ടീവ് ഇൻ ഇന്ത്യ എക്വിപ്ഡ് വിത്ത് ജോയ്സ് ഗിയർ. ദിസ് ക്ലാസ് ഓഫ് ലോക്കോമോട്ടീവ്സ് ആർ ഇൻസൈഡ് സിലിണ്ടർ. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ ഓരോ സംഭവങ്ങളൊക്കെയാണ്. ദിസ് ലോക്കോ വാസ് യൂസ് ടു ഹോൾ മെയിൽ എക്സ്പ്രസ് ട്രെയിൻസ് ഓൺ രജ്പുതാന മാൽവ റെയിൽവേ. രജ്പുതാന മാൽവ റെയിൽവേയിൽ മെയിൽ എക്സ്പ്രസ് ട്രെയിൻസ് ഹോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ലോക്കോ ആണ് ഈ കാണുന്നത്. കണ്ടോ, അടിപൊളിയല്ലേ. ഇതിൻ്റെ പുറകിൽ ഒരു സംഭവമുണ്ട്. ഇത് ഡൈനിങ് കാറാണ്. ഇത് കണ്ടോ, ഇതൊരു വുഡൻ ബോഡിയുടെ മിൽക്കി വൈറ്റ് ഡൈനിങ് കാറാണ്. ഇത് ആരാ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അറിയോ? വൈസ്രോയ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വൈസ്രോയ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡൈനിങ് കാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രകളിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ഡൈനിങ് കാറാണ് ഈ കാണുന്നത്. കേട്ടോ, ഇടലം. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്തെ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറകിൽ ഒരു ഇലക്ട്രിക് ലോക്കോ ആണല്ലോ. എന്തോ സംഭവം കിടപ്പുണ്ട് ഇലക്ട്രിക്കിൻ്റെ. നോക്കാം എന്താന്നേ. അപ്പോൾ ഇത് പണ്ടത്തെ ഒരു ഇലക്ട്രിക് ലോക്കോ ആണ്. ഇതിൻ്റെ പേര് YCG1 എന്നാണേ. നമുക്ക് പഴയ ഇലക്ട്രിക് ലോക്കോ ആണ്. എനിക്ക് ഒന്ന് ഗുഡ്സ് ലോക്കോ എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. അവിടെ പോയി നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് പഴയ ഇലക്ട്രിക് ലോക്കോ കണ്ടോ, ഈ എന്തോ അല്ലേ പെട്ടി പോലുണ്ട് കണ്ടാൽ. അപ്പോൾ ഈ ലോക്കോയുടെ പേര് YCG1 21900 എന്നാണ്. മദ്രാസ് ടു താമ്പരം വാസ് ദ ഫസ്റ്റ് മീറ്റർ ഗേജ് സെക്ഷൻ ഓഫ് ദി ഇന്ത്യൻ റെയിൽവേസ് to be electrified in 1930. This loco was amongst the first to used on this section. അതായത് ഇന്ത്യൻ റെയിൽവേസിൽ ഇലക്ട്രിഫൈ ചെയ്ത മീറ്റർ ഗേജ് സെക്ഷൻ ആദ്യമായിട്ട് ഉണ്ടായിരുന്നത് മദ്രാസ് ടു താമ്പരമാണ്. അപ്പോൾ ആ സെക്ഷനിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലോക്കോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടി YCG1 കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്ത ലോക്കോ ആണ്. ഇതുണ്ട്. 4 of these locomotives were imported from ഹാവ്ടോൺ ലെസ്ലി ആൻഡ് കോ വിത്ത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് സപ്ലൈഡ് ബൈ ഇംഗ്ലീഷ് ഇലക്ട്രിക്. ഇതെല്ലാം പുറത്തെ സംഭവങ്ങളാണ്, ഇവിടെ ഉണ്ടാക്കിയതല്ല കേട്ടോ. പിന്നെ മാക്സിമം സ്പീഡ് കണ്ടോ, 65 kmph. എന്താ അല്ലേ. പിന്നെ ഇവിടെ കണ്ട് ടോയ് പോലത്തെ ഒരു പഴയൊരു ഇതെനിക്ക് ആരോഗ്യത്തിൽ യൂസ് ചെയ്തുകൊണ്ട് എന്തോ ലോക്കോ ആണ്. പഴയതാണ്, ഇമ്പോർട്ട് ചെയ്താണ് ഇതൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ട് അവിടെ എഴുതി വെച്ചിട്ട് നോക്കാം എന്തുവാന്നേ. ഡീസൽ ലോക്കോ ഫൗളർ, അതാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഡീസൽ ലോക്കോ ഫൗളർ 1004 imported from John Fowler and Co. Leeds and was originally used to work light passenger train. സൗരാഷ്ട്ര ഭാഗത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡീസൽ ലോക്കോ ആണ് നിങ്ങൾ കാണുന്നത്. ഇറ്റ് വാസ് യൂസ്ഡ് ആസ് എ ഷണ്ടിങ് ലോക്കോമോട്ടീവ് അജ്മീർ വർക്ക്ഷോപ്പ് ഓഫ് വെസ്റ്റേൺ റെയിൽവേ. കൊള്ളാം. ഇവിടെ നമുക്കൊരു പഴയ കൽക്കരി എഞ്ചിൻ കാണാം. ഇത് എന്താ അറിയത്തില്ല, നല്ല കളർഫുള്ളായിട്ട് അവർ പെയിൻറ്റ് ചെയ്തിട്ട്. വീടിൻ്റെ സൈസൊക്കെ കണ്ടോ, എൻ്റെ ദൈവമേ. എൻ്റെ കണ്ട് എൻ്റെ ഇത്രയുണ്ട് അതിൻ്റെ സൈസ്. അയ്യോ, ഇത് കാടേ ഇത്. ഇപ്പം 31412 HP എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് എന്തുവാന്ന് പോയി നോക്കട്ടെ. പുറകിലല്ല അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടോ? ഒന്നും എഴുതിയിട്ടില്ലല്ലോ ഇവിടെ ഒന്നും. അതിനെപ്പറ്റി ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ അടുത്ത് മാറ്റിയോന്നും അറിയത്തില്ല. സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ട് പോകാൻ വേണ്ടി. ഇവിടെ ഒരു ലോക്കോ കിടപ്പുണ്ട്. ഇത് പഴയ ലോക്കോ ആണ്. ഇതുണ്ട്. ഇത് മറ്റേ ഊട്ടിയിലൊക്കെ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് എന്തോ മീറ്റർ ഗേജ് ലോക്കോ ആണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഒരു കോച്ചും അവിടെ വെച്ചിട്ടുണ്ട്. ഊട്ടിയിൽ യൂസ് ചെയ്യുന്ന പോലത്തെ അല്ല, ഊട്ടിയിലെ ലോക്കോ ആയിരുന്നു ഇത്. കണ്ടോ, X37385 NMR എന്നൊരു പഴയ സ്റ്റീം ലോക്കോ ആണിത്. ഇമ്പോർട്ടഡ് ഫ്രം വിൻ്റർ. ഞാൻ പറയുന്ന പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയത്തില്ല. സ്വിസ് ലോക്കോ ഇൻ 1921. ഇറ്റ് വാസ് എൻഗേജ്ഡ് ഇൻ സൗത്ത് ഇന്ത്യൻ റെയിൽവേ ആൻഡ് വർക്ക്ഡ് ഓൾ ദ ട്രാഫിക് ഓൺ നീലഗിരി മൗണ്ടൻ റെയിൽവേസ് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലോക്കോ ആണ് ഈ കാണുന്നത്. കണ്ടാ, അത് അവർ പെയിൻ്റ് ഒന്നും അടിച്ച് വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു മെയിൻ്റനൻസ് എന്തോ അവർ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. പെയിൻ്റ് അടിക്കാൻ വേണ്ടി അവരെന്തോ ഒരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ പെയിൻ്റ് അടിക്കുമായിരിക്കും. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ്. അത് കണ്ടോ, അതൊരു ഇലക്ട്രിക് ലോക്കോ ആണ് കേട്ടോ. നോക്കിയാൽ ഇലക്ട്രിക് ലോക്കോയുടെ വലിപ്പവും അതിൻ്റെ ആ ക്ലാസ് ലുക്കുണ്ടോ, കറുത്തിട്ട് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്തുവാന്ന് നോക്കട്ടെ. കണ്ടോ, പഴയ ഇലക്ട്രിക് ലോക്കോ ഉണ്ടോ.
ഓ ഇതൊക്കെ ഇത് വലിപ്പമൊന്നും നോക്കി, ഭയങ്കര വലിപ്പവും ഭയങ്കര മാസീവ് ലുക്ക് നോക്കുകൊണ്ടോ. ഓ ഗംഭീരം. ഈ ലോക്കോ കാണാൻ എന്തോ ഭംഗിയാന്ന് നോക്കിയേ, പൊളിയല്ലേ. ഇതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്തുവാണ്. GIP എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, GIPR എന്ന്. ഇലക്ട്രിക് ലോക്കോ ആണ് കേട്ടോ, പുറയിലത്തെയും ഇലക്ട്രിക് ലോക്കോ ആണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ ഫോട്ടോയിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ പേര് WCP1 സാർ റോജർ ലംലി. ആ ലോക്കോയ്ക്ക് ഒരു പേരുണ്ട്, ആ പുള്ളിയുടെ പേരാണത്. WCP1 വേർ ദ ബിഗിനിങ് ഓഫ് ഹൈ സ്പീഡ് ട്രെയിൻസ് ഇൻ ഇന്ത്യ. ഇൻ 1930 ദേ വെർ കേപ്പബിൾ ഓഫ് റണ്ണിങ് അറ്റ് 120 km/h. എൻ്റെ ദൈവമേ, 1930 ഈ ലോക്കോ 120 പോകായിരുന്നു. എൻ്റെ ദൈവമേ പൊളി. ദേ വെർ യൂസ്ഡ് ഫോർ പാസഞ്ചർ ഓപ്പറേഷൻസ് ഓൺ DC സെക്ഷൻ ഇൻ ബോംബെ, പൂന, മാൻമഡ് സെക്ഷൻസ്. മുംബൈ മാൻമഡ് സെക്ഷൻസിലാണ് DC സെക്ഷൻ ആയിരുന്നു അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലോക്കോ ആണ് ഈ കാണുന്നത് കണ്ടോ. അടിപൊളി, പൊളിയല്ലേ. എഴുതി വെച്ചേക്കുന്നുണ്ടോ 1930 192 കിലോമീറ്റർ സ്റ്റീപ്ലി ഗ്രേഡഡ് ആയിട്ടുള്ള ബോംബെ പൂനെ സെക്ഷനിൽ ഈ WCP1 ലോക്കോ വെച്ചിട്ട് 7 കോച്ചുള്ള ഡെക്കൻ ക്വീൻ എക്സ്പ്രസിനെ 2.25 മണിക്കൂറും കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അറിയോ എന്തോ അല്ലേ. ഡെക്കൻ ക്വീൻ എക്സ്പ്രസ് ഇല്ലേ, ഡെക്കൻ ക്വീനെ ബോംബെ പൂനെ റൂട്ടിൽ ഈ ലോക്കോ വെച്ച് കൊണ്ടുപോയായിരുന്നു. 2.25 മണിക്കൂറും കൊണ്ടൊക്കെ ഈ ലോക്കോ എത്തിക്കുമായിരുന്നു പറയും. ഇപ്പോഴത്തെ വണ്ടികൾക്കും വേണം 3 മണിക്കൂർ. അപ്പോൾ അന്നും ഇന്നും തമ്മിൽ എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല, സെയിം. ഈ കാണുന്നത് ഒരു ഗുഡ്സ് ലോക്കോ ആണ്. ഇതിൻ്റെ പേര് WCG1 EF1 സാർ ലെസ്ലി വിൽസൺ. ഇതിനും ഒരു പേരുണ്ട്. ഇത് ദിസ് ലോക്കോമോട്ടീവ് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് 41 ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സ് ടു കം ഫ്രം മെട്രോപൊളിറ്റൻ വിക്കേഴ്സ് ലണ്ടനിൽ ഇമ്പോർട്ട് ചെയ്തതാണ് 1928. അപ്പോൾ അന്നത്തെ ബോംബെ ഗവർണറിൻ്റെ പേരാണ് ഈ ലോക്കോയ്ക്ക് അവർ കൊടുത്തിരിക്കുന്നത്, ലെസ്ലി വിൽസൺ കേട്ടോ. ഇതും പണ്ടത്തെ ഒരു ഗുഡ്സ് ലോക്കോ ആയിരുന്നു, ഇലക്ട്രിക് ഗുഡ്സ് ലോക്കോ. ഇതിൻ്റെ പാൻറ്റൊക്കെ അങ്ങ് മുകളിലാണ്, കാണത്തോടെയല്ല, അത്രയ്ക്ക് വലിപ്പം ഇതിൽ, ഭയങ്കര വലിപ്പമാണ്. നമ്മുടെ മത്തേരാൻ മറ്റേ ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, അവിടെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇത് ഒരു ലോക്കോ എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു റെയിൽ ബസ് എന്നൊക്കെ പറയത്തില്ല, അതേപോലത്തെ ഒരു സംഭവമാണ്. ഇത് എങ്ങനെ ഓടിക്കൊണ്ടിരുന്ന അറിയോ, ഇതൊരു എൻജിനല്ല, ഇവിടെ ഒരു താഴെ ഒരു പെട്രോളിൻ്റെ എൻജിൻ വയ്ക്കും, എന്നിട്ട് അത് വെച്ചിട്ടാണ് ഈ സംഭവം ഓടിക്കൊണ്ടിരുന്നത്. ഏകദേശം ഒരു 10-12 ആൾക്കാർക്ക് ഇതിൽ കയറാൻ പറ്റുമായിരുന്നു. അപ്പോൾ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്, അന്ന് മത്തേരാൻ ടോയ് ആ ഒരു നാരോ ഗേജ് റൂട്ടിൽ. ഇത് US നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് മത്തേരാൻ റെയിൽ കാർ എന്നാണ്. ഇത് കണ്ടോ, 1932 US നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പുറകിലും ഒരു സ്റ്റീം എഞ്ചിൻ ഉണ്ട്. ഇതും ആ ഒരു സെക്ഷനിൽ മത്തേരാൻ സെക്ഷനിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റീം എഞ്ചിനാണ് ഈ കാണുന്നത് കണ്ടോ. തൊട്ടപ്പുറത്ത് നമുക്കൊരു ആൽക്കോ കാണാം. ഇത് ഒത്തിരി പഴയൊന്നുമല്ല, ഇത് WDM4 ആൽക്കോ ആണ്, മുഗൾ സരായുടെ 18001. അപ്പോൾ WDM4 ആണ്, അതായത് ഗുഡ്സിനും പിന്നെ പാസഞ്ചറിന് യൂസ് ചെയ്തിട്ടുള്ള ഒരു ആൽക്കോ ലോക്കോ ആണിത്. നോക്കിയ പഴയ ഐറ്റം കണ്ടോ. അപ്പോൾ ഈ ലോക്കോയുടെ ഡീറ്റെയിൽസ് അപ്പുറത്തെ കണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ, ഇതാണ് ടേൺ ടേബിൾ. അതായത് ഈ ആൽക്കോയ്ക്ക് SHFും LHF ഉണ്ട്, അതായത് ഷോർട്ട് കുട്ടും ലോങ് കുട്ടും. അപ്പോൾ ഇത് ലോങ് കുട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗം മുന്നിൽ വന്നാൽ നമ്മുടെ ലോക്കോ പൈലറ്റ്സിന് നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഷോർട്ട് കുട്ട്, ആ ഭാഗം. അപ്പോൾ അവർക്ക് ആ ഭാഗം ഓടിക്കാൻ നേരത്ത് ഫ്രണ്ടിൽ വേണമെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ലോക്കോ ഈ ടേൺ ടേബിളിൽ കയറ്റും. എന്നിട്ട് ഇവിടെ ഒരു ലിവറുണ്ട്, ഈ ലിവർ ഇട്ട് ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ആ ലോക്കോ വേണ്ട വശം ഫ്രണ്ടിൽ വരുമ്പോൾ അവരെടുത്തുകൊണ്ട് പോകും. അതാണ് ഈ ടേൺ ടേബിളിൻ്റെ പരിപാടി കണ്ടോ. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, ഇപ്പോൾ ആ പരിപാടിയൊന്നും ഇല്ല. ഇത് അമേരിക്കയിൽ നിന്ന് US നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു ആൽക്കോ ലോക്കോ ആണ്. ഇത് ഈ WDM4 നമ്മൾ ഈ കണ്ടത് 18001 ഇമ്പോർട്ടഡ് ഫ്രം ജനറൽ മോട്ടേഴ്സ് ഇല്ലിനോയ്സ് USA. അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഐറ്റമാണ്. 140 km/h ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് കണ്ടോ. എന്തല്ലേ, ഇങ്ങനത്തെ ഈ ലോക്കോസൊക്കെ ആയിരുന്നു പണ്ട്. അവിടെ അപ്പുറത്ത് റെയിൽവേ ട്രാക്ക് ഉണ്ടോ, അതാണ് സൗണ്ട് കേൾക്കണേ. ഇതുപോലത്തെ ലോക്കോസൊക്കെ ആയിരുന്നു പണ്ടത്തെ പ്രീമിയം ട്രെയിനുകളായ ഹൗഡ രാജധാനി, അങ്ങനത്തെ രാജധാനിക്കൊക്കെ വലിച്ചുകൊണ്ടിരുന്ന ഇങ്ങനത്തെ ലോക്കോസ് ആയിരുന്നു. ഇപ്പുറത്ത് നമുക്ക് ഇതേപോലെ ഒരു വലിയൊരു സ്റ്റീം ലോക്കോ കാണാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് സ്റ്റീം ലോക്കോമോട്ടീവ് BNRN ക്ലാസ് ഗാരറ്റ് ആണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇത് നല്ല ഹെവി ലോഡ് ഗുഡ്സ് വലിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വലിയ ലോക്കോണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട്, അപ്പോൾ മനസ്സിലാവും കണ്ടാൽ തന്നെ. നല്ല ഹെവി ലോഡ് ഈ മിനറൽസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി, കോളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ ലോക്കോ ആയിരുന്നു ഈ കാണുന്നത്. ഇനി മുതൽ ഇലക്ട്രിക്കിൻ്റെ സംഭവങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ പണ്ടത്തെ ഇലക്ട്രിക്കിൻ്റെ പാൻറ്റോഗ്രാഫൊക്കെ ഉണ്ടോ നമുക്ക്, എന്ത് വെറൈറ്റി ടൈപ്പല്ലേ. ഇവിടെ പഴയ ഒരു ഇലക്ട്രിക് ലോക്കോ ഇരിപ്പുണ്ട്, കാണിച്ചു തരാവേ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? പണ്ടത്തെ മുംബൈ ലോക്കലില്ലേ, പണ്ടത്തെ മുംബൈ ലോക്കലിൽ ഒരു കോച്ചാണ് നിങ്ങൾ കണ്ടത് കണ്ടോ. എന്താ അല്ലേ, പണ്ടത്തെ ബോംബെ സബർബൻ നെറ്റ്വർക്കിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു EMU കോച്ചാണ് ഈ കാണുന്നത്.
അമ്പോ പൊളി. നോക്ക് ഇവിടെ ലോക്കോ ഉണ്ടോ? ഈ ലോക്കോയുടെ പേരാണ് WAG1. ഇത് BSZ, അതായത് വിജയവാഡയുടെ ലോക്കോ ആയിരുന്നു. അപ്പോൾ WAG1 20710 ഫസ്റ്റ് AC ഗുഡ്സ് ലോക്കോമോട്ടീവ് ഓഫ് ഇന്ത്യൻ റെയിൽവേസ്. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ AC ഗുഡ്സ് ലോക്കോ ആണ് ഈ കാണുന്നത്. അതാണ് WAG1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ. അതാണ് ഈ കാണുന്നത് കേട്ടോ. ഫസ്റ്റ് AC ഗുഡ്സ് ലോക്കോമോട്ടീവ് ഓഫ് ഇന്ത്യൻ റെയിൽവേസ്, അതാണ് WAG1. അപ്പോൾ ആദ്യത്തെ 28 പലയിടത്തു നിന്നും ഇമ്പോർട്ട് ചെയ്താണ്. ബെൽജിയത്തിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോക്കോയ്ക്ക് ഇവരൊരു പേര് കൊടുത്തിട്ടുണ്ട്. ബിദാൻ എന്നാണ് ഈ ഒരു ലോക്കോയുടെ പേര് കേട്ടോ. അതിൻ്റെ സൈഡിലെല്ലാം കാണിച്ചു തരാം. എൻ്റെ സൈഡിൽ പേര് എഴുതിച്ചിട്ടുണ്ട്, ബിദാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ WAG1 ഈ 20710 ബിദാൻ എന്ന ലോക്കോ ആണ് ദ ഫസ്റ്റ് 25 kV AC ലോക്കോമോട്ടീവ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ അറ്റ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്സ്. അതായത് CLW ഉണ്ടല്ലോ, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്സിൽ ഉൽപ്പാദിപ്പിച്ച ഫസ്റ്റ് 25 kV അല്ലെങ്കിൽ ഫസ്റ്റ് AC ലോക്കോമോട്ടീവ്, നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഫസ്റ്റ് AC ലോക്കോമോട്ടീവ് ആണ് ഈ കാണുന്നത്. ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുവോ. പണ്ടത്തെ ലോക്കോ ആട്ടോ, വിജയവാഡ ഷെഡിൻ്റെ ആയിരുന്നു ഈ ഒരു ലോക്കോ ആട്ടോ. ഇവിടെ സൈഡിലൊരു പടം കണ്ടോ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇനാഗുറേറ്റിംഗ് WAG1 20710. ജവഹർലാൽ നെഹ്റു ഇനാഗുറേറ്റ് ചെയ്ത ലോക്കോ ആണ് CLW വെച്ചിട്ട് 16th നവംബറിൽ. അതാണ് ഈ കാണുന്നത് കണ്ടോ. ഈ ലോക്കോയുടെ പേര് ഇതാണ് കേട്ടോ, ബിദാൻ. പിന്നെ നമുക്കിവിടെ സൈഡിൽ ഇതേപോലെ കുറേ നാരോഗേജ് ഡീസൽ ലോക്കോയും സ്റ്റീം ലോക്കോ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവരൊന്നും എഴുതി വെച്ചിട്ടില്ല, ഇതൊക്കെ എന്താണെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. അതൊക്കെ അവരെന്തോ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കോഷൻ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തോ ഒരു മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബോർഡും സംഭവങ്ങളും അവരെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പഴയ ഒരു ക്രെയിൻ കണ്ടോ നിങ്ങൾ, 65 ടൺ വരെ വഹിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ളൊരു ക്രെയിനാണ്. ഇത് കണ്ടോ, പഴയ ക്രെയിനാണ്. ഇത് ഇമ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. ഇമ്പോർട്ടഡ് ഫ്രം കോവാൻസ് ഷെൽഡോൺ ആൻഡ് കമ്പനി. പുറത്തേക്കായിരിക്കും ആണ് പഴയ ഒരു ക്രെയിൻ കണ്ടോ, കൊള്ളാമല്ലേ. പിന്നെ ഇവിടെ ഒരു സംഭവം അത്യാവശ്യം പുതിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ, ഇത് നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഇന്ത്യയിലുണ്ടാക്കിയ ഒരു സലൂണാണ്. ഇതെന്താണെന്നറിയോ, ഇന്ത്യാസ് പ്രസിഡൻറ്റ് സലൂൺ എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞുതരാം. ഇന്ത്യൻ റെയിൽവേസ് ഡിസൈൻഡ് എ സലൂൺ ഫോർ ദ ഹോണറബിൾ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇൻ 1956 ഇത് ഉണ്ടാക്കിയതാണ്. എവിടെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ മാത്തുങ്ക വർക്ക്ഷോപ്പ്, സെൻട്രൽ റെയിൽവേയിൽ, നമ്മുടെ മുംബൈയിലുള്ള മാത്തുങ്ക വർക്ക്ഷോപ്പിൽ ഉണ്ടാക്കിയ ഒരു സലൂണാണ് കാണുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻറ്റിന് വേണ്ടി. അപ്പോൾ ഇത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഫസ്റ്റ് ഹോണറബിൾ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഈ സലൂണിൽ കയറി ട്രാവൽഡ് ഫ്രം ഡൽഹി ടു കുരുക്ഷേത്ര ഇൻ ദ ഇനാഗ്രൽ റൺ ഓഫ് ദ പ്രസിഡൻറ്റ് സലൂൺ ഓൺ 11th January 1957. ഇതിനകത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു സെക്രട്ടറി ക്യാബിനുണ്ട്, കോൺഫറൻസ് റൂം, മെയിൻ ബെഡ്റൂം വിത്ത് ബാത്കം, ടോയ്ലറ്റ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളൊരു വലിയൊരു സംഭവമാണ് ഈ ഒരു സലൂൺ. ഇതിൽ യാത്രയായിട്ടുള്ള പ്രസിഡന്റുമാരുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാജേന്ദ്ര പ്രസാദ്, രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, VV ഗിരി, സഞ്ജീവ് റെഡ്ഡി. ലാസ്റ്റ് യാത്ര ചെയ്ത് നമ്മുടെ സ്വന്തം APJ അബ്ദുൽ കലാം. കൊള്ളാമല്ലേ, ഭയങ്കര ഹിസ്റ്റോറിക്കൽ സംഭവമാണുണ്ടോ സലൂൺ. ഇതിൻ്റെയൊക്കെ അകത്തും കൂടെ കയറി കാണിക്കാൻ പോയാൽ നമ്മുടെ ആൾക്കാരല്ലേ നശിപ്പിച്ച് വയ്ക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും അത് കയറി കാണിക്കാൻ ഇവർ സമ്മതിക്കാത്തത്. അതിൽ ഇവരാണെങ്കിൽ നന്നായി. പിന്നെ ഈ കാണുന്ന എല്ലാം ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു ക്രെയിനിൻ്റെ ഭാഗങ്ങളാണ്. ഇത് ക്രെയിൻ ടാങ്ക് എന്ന് പറയും. ക്രെയിൻ ടാങ്ക്, പിന്നെ ക്രെയിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതുപോലെ ഒരു പഴയ ഒരു സ്റ്റീം ലോക്കോ ആണ്. HG-C 1598 എന്നുണ്ട്. ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ് അസോസിയേഷൻ്റെ ഡിസൈനിലുള്ളൊരു സംഭവമാണ്. ഈ ഒരു സ്റ്റീം എഞ്ചിനാണ്. യുണൈറ്റഡ് കിങ്ഡമിലെ 1909 ഉണ്ടാക്കിയ ഒരു ബ്രോഡ് ഗേജ് ലോക്കോ ആണിത് കേട്ടോ. വലിയ ലോക്കോ, നല്ല വലിപ്പം ഉണ്ടോ. ഇവിടെ ഒരു വാഗൺ കണ്ടോ, പണ്ടൊക്കെ ഈ ആനിമൽസിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വാഗണാണ് തോന്നുന്നു. ഷീപ്പിനൊക്കെ വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു പഴയൊരു ഷീപ്പ്, EIR വാൻ എന്നൊക്കെ പറഞ്ഞൊരു ഷീപ്പ് വാഗനാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു കോച്ചുണ്ട്, ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുല റെയിൽവേ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ളൊരു പഴയൊരു കോച്ച്. GIP ഡൈനാമോമീറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. എക്സ്പെരിമെൻ്റൽ കാർ വാസ് ബിൽറ്റ് ഇൻ 1930 ബൈ മെട്രോപൊളിറ്റൻ ക്യാമൽ, United Kingdom. This car was used in Great Indian Peninsula Railway to evaluate performance characteristics of locomotives, determine resistance to traction of rolling stock and സംഭവങ്ങൾ. ഇതെന്തോ മോണിറ്ററിങ്ങിന് വേണ്ടി എന്തോ സംഭവമാണ് ഇത്. എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല ഇതെന്തോ എന്ന് വായിച്ചിട്ട്. ഡൈനാമോമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പച്ച സലൂൺ കോച്ച് കാണാമേ. ഇതിൻ്റെ പേരെന്ന് പറയുക ഗായ്ക്വാർ ബറോഡ സലൂൺ. ഇത് പരേൽ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ മുംബൈയിൽ, അവിടെ പണിതാണ്. യൂസ്ഡ് ബൈ ഗായ്ക്വാർ ഓഫ് ബറോഡ. എനിക്ക് തോന്നുന്നു ബറോഡയിൽ എന്തോ രാജാക്കന്മാരോ അങ്ങനെ എന്തെങ്കിലുമായിരിക്കും അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സലൂൺ കോച്ചാണ് കണ്ടോ, പച്ച കളറ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പഴയ ലോക്കോ ഒക്കെ ഇങ്ങനെ അടുക്കി കൂട്ടി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുണ്ട്, ഇത് പഴയ ഒരു YDM, അതായത് പഴയ ഡീസൽ മീറ്റർ ഗേജിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ ഡീസൽ ആൽക്കോ ലോക്കോ ആണ്, YDM 1 കേട്ടോ. ഇത് നോർത്ത് ബ്രിട്ടീഷ് ലോക്കോമോട്ടീവ് കമ്പനി
UK നിന്നും 4,85,250 രൂപയ്ക്ക് ഇമ്പോർട്ട് ചെയ്ത ഒരു ലോക്കമാണ് കേട്ടോ. ഹോളിംഗ് മെയിൽ എക്സ്പ്രസ് ട്രെയിൻസ് അറൗണ്ട് ഗാന്ധിധാം ഭാഗത്ത് മെയിൽ എക്സ്പ്രസ് ട്രെയിൻസ് ഒക്കെ ഹോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പഴയ ഒരു മീറ്റർ ഗേജ് ഡീസൽ ആൽക്കോ ലോക്കമാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ പുറകിൽ ഒരു ആൽക്കോ ലോക്കോ കാണാം. ഇത് ഒത്തിരി പഴയ ഒന്നുമല്ല, ഇത് കറ്റ്നി ഷെഡിൻ്റെ ഒരു WDM2 ലോക്കമാണ് 18040. അതായത് നമ്മുടെ ഈ WDM3A ഉള്ള ഇപ്പോഴത്തെ ലോക്കോ ആൽക്കോ ഒക്കെയാണ് WDM3A എന്നൊക്കെ പറയുന്നത്. അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ജനറേഷനാണ് ഈ WDM2 സെക്കൻഡ് ജനറേഷൻ. WDM3 ഇപ്പോൾ ഉള്ളത് തേർഡ് ജനറേഷനാണ്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ഈ WDM2 ആയിരുന്നു. അപ്പോൾ ഈ പണ്ട് ഈ മെയിൻ അല്ല, ഒട്ടുമിക്ക എല്ലാ വണ്ടികളെയും വലിച്ചുകൊണ്ടിരുന്നത് ഈ WDM2 ലോക്കോസ് ആയിരുന്നു. രാജധാനി പോലത്തെ എല്ലാ ട്രെയിനുകളെയും വലിച്ചുകൊണ്ടിരുന്നത് ഈ WDM2 ക്ലാസ്സിൽ വരുന്ന ലോക്കോസ് ആയിരുന്നു. അന്നത്തെ WP7 ആയിരുന്നു ഈ കാണുന്ന മുതൽ പോരെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ കാണാനുള്ള സംഭവങ്ങൾ കേട്ടോ. ഇനിയും ഇതേപോലത്തെ കുഞ്ഞുവിൻ്റെ ഓരോ സ്റ്റീം ലോക്കോസൊക്കെ ഉണ്ട്. ഇതൊക്കെ പലയിടത്തും യൂസ് ചെയ്ത സംഭവങ്ങളൊക്കെയാണ്. ഒത്തിരി കിഴിയാൻ പോയാൽ കയറി ഞാൻ നിൽക്കുന്നതന്നെ കഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്. ഫുള്ള് ടാൻ അടിച്ച് വല്ലാത്ത ചൂടാണ്, അറിയാമല്ലോ. 40 ഡിഗ്രിയാണ് ഇപ്പോൾ ചൂട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സംഭവം കൂടെ ഉണ്ട്, മ്യൂസിയം എക്സ്പ്രസ്. ഇതാണ് ഇവിടുത്തെ ടോയ് ട്രെയിൻ കേട്ടോ. അപ്പോൾ ഈ ടോയ് ട്രെയിനിൽ നമുക്കൊന്ന് കയറാം. ഇപ്പോൾ ഓടോന്ന് അറിയത്തില്ല, ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാം. 20 രൂപ ഉള്ളൂ ഇതിൽ കേട്ടോ യാത്ര ചെയ്യാൻ വേണ്ടി. ഇത് ഇവിടുത്തെ ഒരു അടിപൊളി സംഭവമാണ്. ഇതിൽ കയറാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇതിലിപ്പോൾ ആരും ഇല്ലേ? അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ഇത് എപ്പോഴാണ് വിടുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു 10 രൂപ വെയിറ്റ് ചെയ്യും, ആൾക്കാരൊക്കെ കയറിയിട്ട് വിടാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് മ്യൂസിയം ഒക്കെ കണ്ടുവരാൻ പറഞ്ഞു. ആൾക്കാർ കയറിയാൽ ഇവിടത്തുള്ളൂ, ആൾക്കാർ കുറവായിരുന്നു. നമ്മളങ്ങനെ ടോയ് ട്രെയിനിൽ കയറിയിരുന്നേ. ഇതിന് ചുമ്മാ വെറുതെ കൊണ്ടുപോകത്തില്ല, പൈസ കൊടുക്കണം. നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് തന്നെ 20 രൂപ ഇതിന് എക്സ്ട്രാ കൊടുക്കണം വീക്ക് ഡേയ്സിൽ. അല്ലെങ്കിൽ 40 രൂപ വേണം, 40-30 അങ്ങോട്ടാന്ന് തോന്നുന്നു. ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ടോയ് ട്രെയിൻ. ചുമ്മാ പിള്ളേരൊക്കെ വരാണ്ട്, പിള്ളേരല്ല എല്ലാവരും ഇതിൽ ഒരു റൈഡ് പോകും. ഇതിൽ കയറി എല്ലാവരും ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരും. മൊത്തം എനിക്ക് തോന്നുന്നു മ്യൂസിയം മൊത്തം കാണാൻ പറ്റും തോന്നുന്നു ഇതിൽ കയറിയാൽ. ഇതിനൊരു ലോക്കോപ്പൈലത്തെ ഒരു പുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് പുള്ളി കറക്റ്റ് ലോക്കോപ്പൈലത്തിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. ഡീസൽ എഞ്ചിനാണേ, ഡീസൽ എഞ്ചിൻ അല്ല കൽക്കരിയോ അങ്ങനെ കേട്ടോ. ഡീസൽ എഞ്ചിൻ വെച്ച് സാധാരണ എന്തോ എഞ്ചിൻ വെച്ചിട്ട് ഓടിക്കുന്നൊരു സംഭവമാണ്. ലോക്കോ ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലോക്കോടൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അയ്യോ, നീല ഉടുപ്പിട്ട ആളാണ് TT കേട്ടോ. അതുകൊണ്ട് വണ്ടി എടുക്കാൻ പോവാണ് പുള്ളി. അപ്പോൾ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ കയറ്റുന്നത് കേട്ടോ. അതേ വണ്ടി എടുത്ത് നമ്മുടെ ടോയ് ട്രെയിൻ എടുത്തിരിക്കുകയാണ് ഗൈസ്. ടോയ് ട്രെയിൻ എടുത്തു. അയ്യോ അടിപൊളി കേട്ടോ. ഇത് കൊള്ളാം, ഒരു വെറൈറ്റി സംഭവമാണ്. ഭയങ്കര കുടു എന്ന് പറഞ്ഞ ശബ്ദമാണ് കേട്ടോ. ഈ സാമാനത്തിൽ പോയാൽ നമ്മൾ നേരത്തെ കണ്ട ആ ലോക്കോസൊക്കെ നമുക്ക് ഒന്നുകൂടെ കാണാൻ പറ്റും. ഒരു ഗ്ലാൻസിൽ നമുക്ക് മൊത്തം കാണാൻ പറ്റും. പുറകിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ, അത്ര ഫുള്ളൊന്നുമല്ല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ലോക്കോസൊക്കെയാണ് കാണുന്നത്. വളരെ പയ്യായിട്ടോ പോകുന്നത്, നടന്നു പോകുന്ന ആ സ്പീഡേ ഉള്ളൂ ഇതിൽ. ഇത് കൊള്ളാൻ കേട്ടോ, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നമ്മളെപ്പോഴും ട്രെയിൻ യാത്ര വ്ളോഗല്ല ചെയ്യുന്നത്. ഇതൊരു വെറൈറ്റി സംഭവമാണ്. നിങ്ങൾ ആരും ഡൽഹി വരണമെന്ന് ട്രൈ ചെയ്ത് നോക്കുക സമയം ഉണ്ടെങ്കിൽ. ഞാനത് കയറി ഒരു 3-4 മണിക്കൂറൊക്കെ പോയി കേട്ടോ വേഗം. ഇത് പുതിയ ടൈപ്പ് ട്രാക്ക് റെക്കോർഡിംഗ് കാറാണ്. ഇപ്പോൾ പക്ക നമ്മുടെ ട്രെയിനിൻ്റെ സൗണ്ട് വന്നു കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട മറ്റേ WAG1 ഇവിടെ കിടക്കുന്നത്. നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെയാണ് പോകുന്നത്. ഇവിടെ വേറെ ലോക്കോ കൊണ്ടുണ്ടേ, ആ കാണിച്ചു തരാവേ. ഇത് ഒരു ഇലക്ട്രിക് ലോക്കോ ആണ്. ഇത് കണ്ടോ, ഇത് ലുക്കാന്ന് നോക്കി ഇമ്പോർട്ടഡ് ആണ്. പക്ഷേ ഇതിന് പേരൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാറുണ്ട്. ഇത് നോക്കിയേ, കിടുക്കൈറ്റം കേട്ടോ. ഇലക്ട്രിക് അല്ല, സോറി ഡീസലാ. WDM1 കണ്ടോ, എനിക്ക് മാറിപ്പോരാ, സോറി WDM1 ആണിത്. പഴയ ഡീസൽ ലോക്കോ നോക്കിയേ. ഇവിടെ ഒരു മുകളിലൊരു പാലമൊക്കെ ഉണ്ട്. ഇത് കൊള്ളാൻ്റെ സെറ്റപ്പ്, ടണൽ പോലൊക്കെ. ഇത് കൊള്ളാം കേട്ടോ. പിള്ളേരൊക്കെ കൂന്ന്. ഇതിന് ഇപ്പുറത്ത് കണ്ടോ ചെറിയൊരു ട്രാക്ക് പോലെ ഉണ്ടോ.
ഇത് വണ്ടിയൊന്നും പോകത്തില്ലെന്ന് ചുമ്മാ ഉണ്ടാക്കി വെച്ചേക്കത്തോണ്ട് കൊള്ളാം കേട്ടോ സംഭവം. അടിപൊളി, ഒരു രസമാണ് കേട്ടോ. മ്യൂസിയത്തിന് ഒരു വലം വെച്ചിട്ട് വരും, അതാണ് മെയിൻ സംഭവം. വേറെ കാര്യമായിട്ടൊന്നുമില്ല. മ്യൂസിയത്തിന് ഒരു ഫുൾ വലം വെച്ചിട്ട് ഈ ട്രെയിൻ അവിടെ നമ്മളെ കയറിയെടുത്ത് തന്നെ വീണ്ടും പോയി നിൽക്കും. നമ്മളെ കയറിയെടുത്ത് തന്നെ വീണ്ടും തിരിച്ചു വന്നു. ഒരു 5 മിനിറ്റ് പോലും ഇല്ലായിരുന്നു കേട്ടോ, വേഗം കഴിഞ്ഞു. കൊള്ളാം സംഭവം കേട്ടോ. ട്രെയിൻ മ്യൂസിയം ജംഗ്ഷനിൽ കേട്ട് വന്നിരിക്കുകയാണ്. വണ്ടി ഇങ്ങനെ ഇടിക്കുന്നങ്ങ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. അകത്ത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതിനകത്ത് കയറി നോക്കാം ബാ. ഇതിനകത്തൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഓരോ പടങ്ങളും, പഴയ ഓരോ പടങ്ങളും പിന്നെ ഓരോ മോഡൽസും ഒക്കെയാണ്. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ചുമ്മാ ഒന്ന് കാണാൻ അത്രേ ഉള്ളൂ. പഴയ ഓരോ മോഡൽസൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം, ഓരോ പഴയ ഓരോ സംഭവത്തിൻ്റെ. ട്രെയിൻ മാത്രമല്ല, കപ്പലിൻ്റെ അതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ പാമ്പം പാലത്തിൻ്റെ ഒരു മോഡലുണ്ട്. പിന്നെ ചെനാബ് പാലത്തിൻ്റെ ഒരു മോഡൽ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് പഴയ സെമാഫോർ സിഗ്നലിൻ്റെയും ഇപ്പോഴത്തെ മറ്റേ കളർ സിഗ്നലിൻ്റെയൊക്കെ ഒരു സംഭവം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് മറ്റേ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ കൺട്രോളിങ് പാനൽ കണ്ടോ. ഇങ്ങനെയാണ് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ റൂമിനകത്തിരിക്കുന്ന ആ ഒരു കൺട്രോളിങ് പാനൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്താണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. ഇതിന് താമ്പരം സ്റ്റേഷൻ്റെ ഒരു റെപ്ലിക്ക മോഡലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ആ ഒരു പാനൽ കണ്ടോ, കൺട്രോൾ പാനൽ താമ്പരം സ്റ്റേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാനൽ പോലെയാണ് നമ്മുടെ ഈ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ റൂമിലിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അവർ കൺട്രോൾ ചെയ്യുന്ന ട്രെയിനിനൊക്കെ. ഞാനെന്ന് പറഞ്ഞില്ലേ, മറ്റേ ലുധിയാന ഷെഡ്, തുക്ലക്കവാർ ഷെഡുകാരൊക്കെ ഓരോ പട്ടാളക്കാരുടെ പേരിൽ ഓരോ ലിവറി അടിച്ച് ലോക്കോസ് ഇറക്കുന്നുണ്ടെന്ന്. അതാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലെക്സ് കയറി വെച്ചേക്കുന്നുണ്ടോ, ഹോണറിങ് അവർ ഹീറോസ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഓരോ കോച്ച് മോഡല്, പിന്നെ ഇത് കണ്ടോ മുകളിൽ കണ്ടോ റോളിംഗ് സ്റ്റോക്കിൻ്റെ എക്സ്പാൻഷനൊക്കെ കണ്ടോ, ബോബിൻ, BTP, GLN, NMG, BC എന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഓരോ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ടോയ് ട്രെയിന് റൗണ്ട് അടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് ഇപ്പം ഇതിലെ കൂടി വരും. അപ്പോൾ നമുക്ക് വരുന്ന ഒരു വീഡിയോയും കൂടി എടുക്കാം കേട്ടോ. കിട്ടിലൊരു സാധനം കേട്ടോ. ഇങ്ങനെ കുലുങ്ങി വരുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോവാണ്. ഓൾമോസ്റ്റ് നമ്മളെല്ലാം കവർ ചെയ്തു. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ്, കിട്ടില്ല ചൂടാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഡൽഹിയിലെ ചാണക്യപുരിയിലുള്ള ഈ ഒരു നാഷണൽ റെയിൽ മ്യൂസിയം, നിങ്ങൾ ഡൽഹി ആയാലും വരുവാണെങ്കിൽ സമയമുണ്ടെങ്കിൽ, നിങ്ങളിപ്പം ട്രെയിൻ വൈകിട്ടോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ ആണെങ്കിൽ സമയമുണ്ടെങ്കിൽ ട്രെയിനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ വന്ന് കാണാം. പഴയ ഓരോ ഐറ്റംസൊക്കെ കാണാം. പഴയ ലോക്കോസും പഴയ ഈ രാജാക്കന്മാർ ഉപയോഗിച്ചിട്ടുള്ള സലൂണ്, കോച്ച്, അങ്ങനത്തെയൊക്കെ പഴയ ഐറ്റംസൊക്കെ കാണാം. പഴയതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ഇഷ്ടപ്പെടത്തുള്ളൂ. അല്ലാത്തവർക്കൊക്കെ വൻ ബോറായിരിക്കും. ഈ വീഡിയോ തന്നെ ചിലർക്ക് ബോറടിക്കും, കാരണം പഴയ സംഭവങ്ങളൊക്കെയാണ് കൂടുതലും. അപ്പോൾ ട്രെയിനിനെ ഇഷ്ടപ്പെടുന്നവർ, പഴയ ഓരോ ആൻറ്റിക് ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇവിടെ നിന്ന് വന്ന് നോക്കുക. നിസ്സാര പൈസയുള്ളൂ, 50 രൂപയുള്ളൂ. വീക്കെൻഡ് ആണെങ്കിലാണ് പൈസ കൂടുതൽ. അപ്പോൾ നമ്മൾ നാളെ ഇനി ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് മധ്യപ്രദേശ് സമ്പർക്ക് ക്രാന്തി സൂപ്പർ ഫാസ്റ്റിനാണ്. നിസാമുദ്ദീനിൽ നിന്നും ജബൽപൂർ പോലെ പോകുന്ന ഒരു കിടിലം വണ്ടിയാണ്. അതിലൂടെ തന്നെ ഡൽഹി തൊട്ട് ഗ്വാളിയറുള്ള സ്റ്റോപ്പ് 300 കിലോമീറ്റർ അങ്ങനെ നോൺ സ്റ്റോപ്പ് ഓടുന്ന വണ്ടിയാണ്. അയ്യോ, അപ്പോൾ നമ്മളിവിടെ ഒരു Airbnb എടുത്തിട്ടുണ്ട്. അവിടെയാണ് സ്റ്റേ. അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ ചെയ്യാം. ഞാനിവിടെ റൂം എടുത്തത് ഇതൊരു Airbnb ആണ്. ഇത് നിസാമുദ്ദീനിൽ നിന്ന് കുറച്ച് മാറിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്ത്യാനയിൽ തന്നെ ഇവിടെ ഒരു വലിയൊരു കെട്ടിടമുണ്ട്. ഇതിനകത്താണ് എൻ്റെ Airbnb ഉള്ളത്. നമ്മൾ ഡൽഹിയിൽ താമസിക്കുന്ന Airbnb റൂമാണിത്. അപ്പോൾ ഇവിടെ കട്ടിൽ മാത്രമല്ല, ഇവിടെ ചെറിയൊരു കിച്ചണും കൂടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഉണ്ട്. ഫ്രിഡ്ജുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്, TV ഉണ്ട്, പിന്നെ ഒരു അലമാരിയുണ്ട്, വാഷ്റൂമുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസൊക്കെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്നത് മധ്യപ്രദേശ് സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിൻ്റെ വീഡിയോ ആണ്. ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് വൈകിട്ട് വിട്ടിട്ട് അടുത്ത ദിവസം രാവിലെ ജബൽപൂർ എത്തുന്ന ഒരു വണ്ടിയാണത്. ഇങ്ങനെ അധികം സ്റ്റോപ്പൊന്നുമില്ല അതിന്, കിടിലം വണ്ടിയാണത്. ഇവിടെ പുറത്തൊരു ബാൽക്കണി ഉണ്ട്, ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.